ഒരു നാട് വരാനിരിക്കുന്ന ദുരന്തത്തെ ചെറുക്കാൻ ഒരുമിക്കുമ്പോൾ ആ ചെറുത്തുനിൽപ്പിന് ശക്തി പകരേണ്ടത് ആ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ കക്ഷികളുമാണ്. ചടയമംഗലത്തെ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ കോറി മാഫിയ പ്രവർത്തനങ്ങളെ കാണുന്നു എന്നുള്ളത് ചടയമംഗലം ജനതയും ഉറ്റുനോക്കുന്നു. ചിലർ നിശബ്ദരായി ഒഴിഞ്ഞു മാറി നിന്നേക്കാം. എന്നാൽ പ്രതീക്ഷ നൽകി ഒരു ജനതയ്ക്കൊപ്പം പോരാടാൻ മടിയിൽ കനമില്ലാതെ അവർ ശബ്ദിക്കുന്നു. നാടിനായി, ചടയമംഗലത്തിനായി. ചടയമംഗലം പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ പാറക്കോറികൾ തുടങ്ങി ഈ പഞ്ചായത്തിൻ്റെ നിലനിൽപ്പ് തന്നെ തടസ്സപ്പെടുത്തുന്ന പല സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ചടയമംഗലത്ത് മേടയിൽ വാതുക്കെ ഒരു വൻ പ്ലോട്ട് ഇടിച്ച് നിരത്തി അതിലുള്ള പാറകൾ മിഷനറി കൊണ്ട് പൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ സർക്കാരിൻ്റെ അളവിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വ്യാപാര സംരംഭമായി തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ധാരാളം രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. ഈ ജനങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ വരേണ്ടുന്ന ഒരു കാര്യം, ഇന്ന് നമ്മൾ കവളപ്പാറയിലും അതുപോലെ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലും പൊട്ടിത്തെറിച്ച മലവെള്ളം ഒഴുകി വന്ന് നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ട സംഭവം നമ്മുടെ മനസ്സിൽ തേങ്ങലായി നിൽക്കുന്ന ഈ സമയത്ത് ചടയമംഗലത്തിൻ്റെ പേരും പെരുമയും ലോകമെമ്പാടും കൊണ്ടുപോകുന്ന ജടായുപ്പാറയുടെ തൊട്ടു താഴ്വശത്തായി ഈ നടത്തുന്ന സംരംഭം ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിന് ആപത്തായി വരും. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൊച്ചു താല്പര്യത്തിന് വേണ്ടി, അവൻ്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒരു പ്രദേശത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ അത് കണ്ണും കെട്ടി നോക്കിയിരിക്കുവാൻ ഞങ്ങളുടെ പ്രസ്ഥാനം തയ്യാറല്ല. ഞങ്ങളുടെ പ്രസ്ഥാനം ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ വിവരം ഒരു ചാനലിലൂടെ അറിഞ്ഞപ്പോൾ തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളെ പറഞ്ഞുവിടുകയും ആ പറഞ്ഞുവിട്ട പ്രതിനിധികൾ ആ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്ത് കളക്ടറെ നേരിട്ട് കണ്ട് ഇത് നിർത്തലാക്കാനുള്ള നടപടി പഞ്ചായത്ത് പ്രസിഡന്റ് സത്വരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CPI എന്ന പ്രസ്ഥാനം ഈ പഞ്ചായത്തിൽ ഇത്തരം വരുന്ന എല്ലാ നടപടികളോടും, ഒന്നല്ല ഏത് പാറക്കോറി വരുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പല്ല. ഏത് പാറക്കോറി ഏത് പ്രദേശത്ത് വന്നാലും താൽക്കാലികമായി നേട്ടം എന്നുള്ളതല്ലാതെ അതുകൊണ്ട് മുതലാളിമാർക്കും മുതലാളിമാരുടെ ചില പിടിയാളന്മാർക്കും ലാഭമുണ്ടാകുമെന്നുള്ളതല്ലാതെ ഒരിക്കൽ പോലും പൊതുജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണം വരുന്നില്ല. തൊട്ടടുത്തൊരു പാറക്കോറി വൻപിച്ച രൂപത്തിൽ നടക്കുന്നുണ്ട് കണ്ണമ്പാറയിൽ. ഒരു തൊഴിലാളിക്ക് പോലും അവിടെ ലോഡ് കയറ്റാൻ അവർ അവകാശം കൊടുത്തിട്ടില്ല. ലോഡ് കയറ്റാത്ത പാറക്കോറി കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് കണ്ണമ്പാറ പാറക്കോറി മാത്രമാണ്. നൂറുകണക്കിന് തൊഴിലാളികൾക്ക് പണി കിട്ടേണ്ടുന്ന അതുപോലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവർ സ്വന്തമായി മിഷനറി കൊണ്ട് കടത്തിക്കൊണ്ടു പോവുകയാണ്. നാട്ടിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, നാട്ടുകാർക്കൊരു ഗുണവും ഇതുകൊണ്ടില്ല. ഇങ്ങനെ പോയാൽ ഈ ചടയമംഗലം പഞ്ചായത്തിൽ ഇനിയും പാറക്കോറികൾ വരുന്നുണ്ട്. കടന്നൂർ വരുന്നുണ്ട്, അതുപോലെ തന്നെ കല്ലടത്തണ്ണിയിൽ വരുന്നുണ്ട്, അതുപോലെ പല പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. ഇതൊരു മാഫിയ സംഘമാണ്. ഈ മാഫിയ സംഘത്തിൻ്റെ എല്ലാം പിന്നിൽ ചില വ്യക്തികളുമുണ്ട്. ആ വ്യക്തികൾ ഇതിൻ്റെ പേപ്പറുകൾ വർക്കുകൾ രഹസ്യമായി ചെയ്തു തീർക്കുകയും അവസാനം ഇത് കോടിക്കണക്കിന് രൂപ കൊയ്ത് ഈ പ്രദേശത്തു നിന്ന് പോവുകയും ചെയ്യുന്നതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI പ്രതിഷേധിക്കുകയാണ്.